ഇച്ഛ ഇന്ന വരയ്ക്കുമ്പോൾ ഹ ഹ ഹ എന്നാണ് എന്ന് വരുത്താൻ പൊട്ടിച്ചിരിച്ചതുകൊണ്ട് തീരുന്ന കേസല്ല ഇത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പിണറായി വിജയൻ കേരളത്തോട് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആരോ സിഎമ്മിനെ കുഴിയിൽ ചടിക്കാനുള്ള ശ്രമം, സർക്കാരിന്റെ നീക്കങ്ങളെ തടയാനുള്ള ശ്രമം, അതിലേക്ക് ബോധപൂർവ്വം സിഎം പറയാത്ത മലപ്പുറം എന്ന വാക്ക് വരുന്നു. വേറെ എന്തോ ഉദ്ദേശം അതിന്റെ പറയലുണ്ടോ സിഎംഎ? അത് തമാശയായിട്ട് വിട്ടാൽ മതി. എന്തൊരു അന്വേഷണം നടത്തി. അത് ഭയങ്കര തമാശ, അത് ഭയങ്കര തമാശ. ഹലോ ഹലോ ഹലോ, എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. അത് ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് നന്ദി. പിന്നെ നീ ഇരിക്കണ്ട, നീ ഇരിക്കാനാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. ഈ വല്ലാത്തൊരു ചിരി ഒഴിഞ്ഞുമാറലല്ല, ഉത്തരം മുട്ടി മിണ്ടാച്ചിരിയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പ്രതിച്ഛായ നന്നാക്കാൻ പോയി ഉള്ള പ്രതിച്ഛായ കൂടി കുളം തോണ്ടി എന്നോട് എന്തെങ്കിലും ചോദിച്ചാ എനിക്കൊന്നും അറിഞ്ഞൂടാ, പറഞ്ഞേക്കാം. ഇടം വലം പെട്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കാൻ PR ഏജൻസി പഠിപ്പിച്ച ചിരി. ഇനിയും സങ്കീർണമായ ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ പൊട്ടിച്ചിരിച്ചേക്കുക. ഇതുപോലെ PV അൻവറിനെ നേരിടാൻ തൊടുത്ത അമ്പെല്ലാം ബൂമറാങ്ങായി സ്വന്തം തലയിൽ തന്നെ വന്നു വീഴുമ്പോൾ ചിരിയല്ലാതെ ഒരു നമ്പറും ബാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞുള്ള PR ചിരി. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പോരാ. എവിടെങ്കിലും പോയാൽ അടി ഉറപ്പല്ലേ? 4-5 പ്രാവശ്യം പറഞ്ഞു എന്നല്ല വേണ്ടത്, മറുപടി വേണം ചോദ്യങ്ങൾക്ക്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഞാനൊരു വലിയ സംഭവം അല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് എന്ന് മന്ത്രി പറഞ്ഞത് വെറുതെയല്ല. കള്ളന്മാരെല്ലാം ഒരൊറ്റ കപ്പലിലുണ്ട് എന്ന് മാത്രം. പറയുക മാത്രല്ല, അവള് നാറ്റിക്കുകയും ചെയ്തു. കള്ളന്മാരുടെ കപ്പിത്താനായി കപ്പൽ തുഴയുകയാണ് PR ഏജൻസി മെനഞ്ഞെടുത്തുണ്ടാക്കിയ ക്യാപ്റ്റൻ. ഓന്തോടിയാൽ ഏതുവരെ? വേലി വരെ, അല്ലാതെ എങ്ങോട്ട്? വേലി പൊളിയാതെ നോക്കണേ. പിന്നെ ഉണ്ടായിരുന്നത് RDP എന്നൊരു പാർട്ടി മാത്രമായിരുന്നു. അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം 1. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ, അതും വിഭാഗീയ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന ഒരു പരാമർശം ആരാണ് ഹിന്ദു ദിനപത്രത്തിന് എഴുതി കൊടുത്തത്? അതുമായി ബന്ധപ്പെട്ട് അവര് തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതെന്താണ് എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താണ് നിന്റെ ഉദ്ദേശം? ഇതിന് പരിഹാരമില്ല. പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ അടുക്കൽ വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ആരാ? അതാ എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാ? ഈ വന്ന ഹിന്ദുവിന്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്ക് അറിയുന്നതല്ല. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. താൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്നൊരു പത്രം അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്താൽ പിണറായി വിജയൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് കേരളത്തിന് ഊഹിക്കേണ്ട കാര്യം പോലുമില്ല. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. എന്താ പേര്? പക്ഷേ
മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ വിശാല ഹൃദയനായ മുഖ്യമന്ത്രി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായനക്കി ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാ കാരണം വ്യക്തം. ആ പരാമർശം കൂട്ടിച്ചേർത്തത് ഞങ്ങളല്ല എന്ന ഹിന്ദുവിന്റെ വിശദീകരണം നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. നീ മൊത്തം അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റപ്പണി ചെയ്യൂ. ആരാ എഴുതി കൊടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. അത് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ട് ആ പത്രം ഭേദം പ്രകടിപ്പിച്ചു. അത്രയേ അതിൽ നമ്മൾ കാണുകയുള്ളൂ. ബിജെപിക്കെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് ബിജെപി വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ്. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. കൊണ്ടാണോ ഈ പദത്തീരെ അല്ല മണിയെ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? എന്നിട്ട് എനിക്കിട്ട് പാല് വെക്കാൻ മനസമാധാനം നിങ്ങൾക്ക് പിണറായിന്റെ മേക്കെട്ട് കയറിയിട്ടാ കിട്ടുമെങ്കിൽ അതിന്റെ ഭാഗമായി അങ്ങ് നശിപ്പിച്ച് കളിയാൻ പറ്റുന്ന ഒരാളാണ് പിണറായി എന്ന് നിങ്ങൾ ആരും ധരിക്കണ്ട. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റും. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഞങ്ങളത് അദ്ദേഹം ആരാ? അദ്ദേഹം ഒരു പ്രത്യേക കഴിവും ശക്തിയും ഊർജ്ജമുള്ളൊരു മഹാമനുഷ്യനാണ്. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പോലുള്ള നീ മനസ്സിൽ വെച്ചാൽ മതി. അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ സാധിച്ചെങ്കിൽ ഞാൻ മഹാപുണ്യവാനായി തീരും. മതി ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.